أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمدي الله والي الله والي نعم الوالي صلوا على هذا النبي محمد. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദ് പഠന കോഴ്സിൻ്റെ 4ാമത്തെ ദിവസമാണിന്ന്. ഇൻഷാ അല്ലാഹ് മങ്കൂസ് മൗലിദിലേക്ക് പ്രവേശിക്കുകയാണ്. 151 വക മൗലിദ് കിതാബിൽ 83ാമത്തെ പേജ് മുതലാണ് മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത്. 83 പേജ് മുതൽ തുടങ്ങി 93ാമത്തെ പേജിലാണ് ദുആയോടുകൂടെ മങ്കൂസ് മൗലിദ് അവസാനിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ 99 പേരായാലും വേണ്ടില്ല, 1000 പേരായാലും വേണ്ടില്ല, എത്ര അള്ളാഹു താലാക്ക് പേരുകളുണ്ടോ ആ പേരുകളെ കൊണ്ടൊക്കെ ബറക്കത്തെടുത്തവനായ സ്ഥിതിയിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ എല്ലാ പേരുകളെ കൊണ്ടും ബറക്കത്ത് ഉദ്ദേശിച്ച് ഞാൻ മൗലിദ് കിതാബ് ഓതാൻ ആരംഭിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്. അല്ലെങ്കിൽ ഈ മൗലിദ് ഞാൻ പഠിക്കാൻ ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ ആദ്യം ഈ ബിസ്മി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഞാൻ മൗലിദ് രചിക്കാൻ ഉദ്ദേശിക്കുന്നു. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം. അതിനാണ് ബറക്കത്ത്. അല്ലാത്തത് മോശമാണ്, നാശമാണ്, ബറക്കത്തില്ലാത്തതാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇനിൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. സുബ്ഹാൻ, എന്തൊരു റാഹത്തുള്ള തുടക്കം. സാധാരണ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാണ് ഞാനിപ്പോഴും ഇത് തുടങ്ങുമ്പോൾ അൽഹംദു പറഞ്ഞാൽ തുടങ്ങിയത്. സാധാരണ മിക്ക പ്രഭാഷകന്മാരായാലും എഴുത്തുകാരായാലും ഒക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഇതൊരു വേറിട്ട തുടക്കം. സുബ്ഹാൻ, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വിശ്വസിച്ച് വാഴ്ത്തുന്നു, അല്ലെങ്കിൽ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയാകുന്ന ദാത്തു ഷരീഫിനെ തൊട്ടും അതുപോലെ തന്നെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടും അഫ്ആലുകളുമായി ബന്ധപ്പെട്ടുമുള്ള എല്ലാ പോരായ്മകളിൽ നിന്നും അല്ലാഹു പരിശുദ്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതാണ് സുബ്ഹാൻ എന്നതിൻ്റെ അർത്ഥമെന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം. ആ ഭാഗത്തേക്ക് ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും സുബ്ഹാനല്ലദീ, ഒരാളെ, പരിശുദ്ധിയെ ഞാൻ വിശ്വസിച്ച് വാഴ്ത്തുന്നു. അതാരാന്ന് പറഞ്ഞില്ല കേട്ടോ. ഒരുത്തൻ്റെ പരിശുദ്ധി എന്നേ പറഞ്ഞുള്ളൂ, ഒരാളെ പരിശുദ്ധി. അത്ലഅ ഫീ ശഹരി റബീഇനിൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ നബിയാകുന്ന, പ്രവാചകനാകുന്ന പൂർണ്ണചന്ദ്രനെ, ഖമർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനാണല്ലോ, ആ പൂർണ്ണചന്ദ്രനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച
ഒരുത്തൻ്റെ പരിശുദ്ധി. അതാരാണ്? നീണ്ട വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല ഇവിടെ വർണ്ണിക്കുന്നത്. അതിന് വലിയ സാഹിത്യ മേൽക്കോയ്മ എന്നാണ് അതുമായി ബന്ധപ്പെട്ട കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നേരെ സുബ്ഹാനല്ലാഹ് എന്നല്ല പറയുന്നത്, മറിച്ച് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇനിൽ അവ്വലി അമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അങ്ങനെ പോവാണ്. വഅഖ്റജഹു ഫീ ആഖിരി സമാനി. ആരാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അല്ലാഹു തആലയെ വിശേഷിപ്പിക്കുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇവകളെ കൊണ്ടൊക്കെ ചെയ്യണത്. അപ്പോൾ അല്ലാഹു തആലാൻ്റെ മഹത്വം പറയുന്നു. അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മൗലിദ് കിതാബിൻ്റെ പോക്ക്. അതിന് വലിയ ഒരു പവിത്രതയും ആശയ സമ്പുഷ്ടതയും അതുപോലെ തന്നെ വലിയ സാഹിത്യവും ഇതിൽ നിലകൊള്ളുന്നു എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇനിൽ അവ്വൽ. റബീഇനിൽ അവ്വൽ എന്ന് വായിച്ചാൽ വളരെ നന്നായി. കാരണം റബീഅ എന്നതിലൊരു തെൻവീനുണ്ട്, അതോടൊപ്പം തന്നെ അല്ലവ്വലിലൊരു സുക്കൂനുണ്ട്. തെൻവീനിലും സുക്കൂനുണ്ടാവും, അല്ലവ്വൽ എന്നുള്ളിടത്തൊരു സുക്കൂനുണ്ടാവും. അപ്പോൾ രണ്ട് സുക്കൂനും കൂടെ ഉച്ചരിക്കൽ പ്രയാസമായതുകൊണ്ട് സാധാരണ നമ്മൾ പരിശുദ്ധ ഖുർആനായാലും തിരു ഹദീസുകളിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത്തരം ഘട്ടങ്ങളിൽ ഒരു ചെറിയ നൂന് അവിടെ കൊടുത്തിട്ട് ആ സുക്കൂൻ മൊഴിയാതെ അങ്ങ് ഉച്ചരിച്ച് പോകലാണ്. അപ്പോൾ റബീഇനിൽ അവ്വൽ, റബീഇനി അൽ അവ്വൽ, റബീഇനിൽ അവ്വൽ അങ്ങനെ വായിച്ചാൽ വളരെ നന്നായി. ഇനി ആരെങ്കിലും റബീഇൽ അവ്വൽ എന്ന് വായിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്നൊന്നും പറയണ്ട. അത് നഫ്സിനെ, ഒരു ഷെയ്ൻ അതിൻ്റെ നഫ്സിലേക്ക് തന്നെ ഇളാഫത്ത് ചെയ്തതാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. വലദാറുൽ ആഖിറത്തി പോലെ, ഇങ്ങനെയുള്ള ഹബ്ബുൽ ഹസ്വീദ് പോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് റബീഇൽ അവ്വൽ എന്ന് ആരെങ്കിലും വായിച്ചാൽ അത് തെറ്റാണെന്നൊന്നും പറയണ്ട. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇനിൽ അവ്വൽ. അവ്വലായ റബീഅ്, രണ്ട് റബീഉകളുണ്ടല്ലോ മാസങ്ങളിൽ, രണ്ട് റബീഉകളുണ്ട്, അവ്വലായ റബീഉം സാനിയായ റബീഉം. അപ്പോൾ അവ്വലായ റബീഅ് എന്ന് നേർക്കണ്ട് പറയാൻ, മറ്റത് സിഫത്തിലേക്ക് ഇളാഫത്ത് ചെയ്തതാണെന്നൊക്കെ പറയേണ്ടി വരും. ഏതായാലും റബീഇനിൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ നബിയാകുന്ന പൂർണ്ണചന്ദ്രനെ, അവിടെ നബിതങ്ങളെന്ന് പറഞ്ഞില്ല, ഖമറിനെ എന്നേ പറഞ്ഞുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഖമർ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ ഖമറിനെ ഉദിപ്പിച്ച ആൾ ആരാണെന്നും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്നും നമുക്കറിയാം. രണ്ടാളെ പേരും അവിടെ പറഞ്ഞില്ല. എന്തൊരു സാഹിത്യ സമ്പുഷ്ടതയാണ് ഈ മൗലിദ് മങ്കൂസിലുള്ളതിലെ. സുബ്ഹാനല്ലദീ, ഒരുത്തൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വിശ്വസിച്ച് വാഴ്ത്തുന്നു. അത്ലഅ ഫീ ശഹ്രി റബീഇനിൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം 12-നാണ് സുബഹിനോട് തൊട്ടടുത്ത സമയം. ഖുബൈല സുബഹ്, സുബഹ്ക്ക് അല്പം മുമ്പ്. സുബഹി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സുബഹ് എന്ന് പറയലാണ്. സുബഹിന് അല്പം മുമ്പാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലമുൽ അജ്സാദിലേക്ക്, ആലമുൽ അർവാഹിൽ നിന്ന് നമ്മളെ ഈ കാണുന്ന ലോകത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് എന്ന്. ഔജദ നൂറഹു, എന്നാൽ ആലമുൽ അർവാഹിൽ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ ഈജാദ് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. വസമ്മാഹു മുഹമ്മദാ, അന്ന് തന്നെ മുഹമ്മദ് എന്ന പേരും
അല്ലാഹു തആല തന്നെ നാമകരണം ചെയ്തിട്ടുണ്ട്. അത് ആലമുൽ അർവാഹിൽ വെച്ചാണ്. ആലമുൽ അർവാഹിൽ എല്ലാ സൃഷ്ടികളെയും ഈജാദ് ചെയ്യുന്നതിന് മുമ്പായി, സൃഷ്ടിക്കുന്നതിന് മുമ്പായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നൂറിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. വൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. മുഹമ്മദ് എന്ന് പേരും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളെ മനസ്സിലായി. ഖമറ നബിയിൽ ഹുദ എന്ന് പറഞ്ഞ ആൾ ആരാണ്? അഷ്റഫുൽ വറ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി. മുഹമ്മദ് എന്ന പേര് വളരെ പവിത്രമാക്കപ്പെട്ട പേരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് 1000ഓളം പേരുകളുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും 1000ഓളം പേരുകളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരെ പോലുള്ള വലിയ പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വച്ചത് കാണാം. പേര് എണ്ണം കൂടുക എന്നത്, ഒരുപാട് പേരുകൾ ഒരു ഷെയ്ഇന്, ഒരു വ്യക്തിക്കുണ്ടാകുക, ഒരു വസ്തുവിനുണ്ടാകുക എന്നത്, അതും അവരെ സംബന്ധിച്ചിടത്തോളം മദ്ഹായി വരുന്ന പേരുകൾ, ദമ്മ് ഇകഴ്ത്തുന്നതോ മോശപ്പെടുത്തുന്നതോ ആയ പേരുകളല്ല. അവരുടെ കസറത്തുൽ അസ്മാഇ തദുല്ലു അലാ ഷറഫിൽ മുസമ്മ എന്ന് സാധാരണ അറബ് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. മദ്ഹിനെയും കമാലിനെയും സൂചിപ്പിക്കുന്ന, ബഹുമാനത്തെയും പൂർണ്ണതയെയും അറിയിക്കുന്ന ഒരുപാട് പേരുകൾ ഒരു വ്യക്തിക്കുണ്ടായാൽ ആ വ്യക്തി അത്രമാത്രം ഉഷാറാണ്, വലിയ ബഹുമാനമുള്ള ആളാണ്, പവിത്രതയുള്ള ആളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും എന്നാണ് കസറത്തുൽ അസ്മായി തദുല്ലു അലാ ഷറഫിൽ മുസമ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1000ഓളം പേരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബഹ്ജത്തുസ്സനിയ ഫിൽ അസ്മാഇൻ നബവിയ്യ എന്ന റിസാലയിൽ 500ഓളം പേരുകൾ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. വലിയ ബഹുമാനമുള്ള ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾക്കാണ് അള്ളാഹു പേര് വെച്ചത് വസമ്മാഹു മുഹമ്മദ. മുഹമ്മദ് എന്നാണ് നാമകരണം ചെയ്തത്. ആ പേരിനുമുണ്ട് ബഹുമാനം, മുഹമ്മദ് എന്ന പേരിനുമുണ്ട് പവിത്രത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പേര് കൊണ്ടാരെങ്കിലും ബറക്കത്തെടുക്കണം എന്നുദ്ദേശിച്ച് എന്നോടുള്ള മഹബത്ത് പ്രകാരം, ഇഷ്ടപ്രകാരം ഒരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്താൽ കാന ഹുവ വ മൗലൂദുഹു ഫിൽ ജന്ന, അവനും പേര് വെച്ച ആളും കുട്ടിയും സ്വർഗത്തിലായിരിക്കും. 3 മക്കളുണ്ടായിട്ട് ഒരാൾക്കും മുഹമ്മദ് എന്ന് പേര് വെച്ചില്ല എങ്കിൽ അദ്ദേഹം വലിയ വിഡ്ഢി തന്നെയാണ്, അവൻ എന്നോട് പിണങ്ങിയ ആളാണ്. അപ്പോൾ പേര് വെക്കുമ്പോൾ നമ്മൾ മുഹമ്മദ് എന്ന് കൂട്ടി നല്ല പേര് വെക്കണം എന്നാണ് ഇതിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്ക് മങ്കൂസ് മൗലൂദിലേക്ക് തന്നെ തിരിച്ചു വരാം. വഅഖ്റജഹു ഫീ ആഖിരി الزمان കമാ ഖദ്ദറ വഅബ്ദാ. വഅഖ്റജഹു, ആ ഒരുത്തൻ അള്ളാഹു ആണെന്ന് പറഞ്ഞില്ലേ, അള്ളാഹു ഒരുവൻ എന്നേ പറഞ്ഞു പോണുള്ളൂ. വഅഖ്റജഹു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറപ്പെടുവിച്ചു. ഫി ആഖിരി സമാനി, അവസാന കാലഘട്ടത്തിലേക്കാണ് നബി തങ്ങളെ നിയോഗിച്ചത്. ആഖിറുൽ അംബിയ ആണ്, ഖാത്തിമുൽ അംബിയ ആണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ ഖദ്ദറ വഅബ്ദാ, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അള്ളാഹു താലാൻ്റെ തീരുമാനം പോലെ വഅബ്ദാ, അള്ളാഹു താല നേരത്തെ മലക്കുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെളിവാക്കി ആ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ അവസാനത്തിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി, അവസാന കാലഘട്ടത്തിലാണ്
ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലമുൽ അർവാഹിൽ നിന്ന് എവിടേക്ക് വന്നത്? ആലമുൽ അജ്സാമിലേക്ക് വന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയിൽ പറയാണ്, ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. ആർക്കെങ്കിലും മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ അവനെ നോക്കേണ്ട ഉത്തരവാദിത്വം പിന്നെ എനിക്കാണ്. എല്ലാം നിബിതങ്ങൾ ഏൽക്കുകയാണ്. അത്രത്തോളം ബഹുമാനമാണ് ആ പേരിന് തന്നെ. അതാണ് നേരത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കാന ഹുവ വ മൗലൂദുഹു ഫിൽ ജന്ന. അപ്പം അതുകൊണ്ട് മുഹമ്മദ് എന്ന് പേരുള്ള ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കരുത് നമുക്ക് എന്ത് തമ്മാടിത്തരവും ചെയ്യാമെന്ന്. ഒക്കെ നബിതങ്ങൾ ഏറ്റിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പോകരുത്. അത് ആ പേരിനുള്ള ബഹുമാനമാണ്. അതനുസരിച്ച് നമ്മൾ അമലുകൾ ചിട്ടപ്പെടുത്തിയാൽ, പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വലിയ സ്ഥാനം ആഖിറത്തിൽ ലഭിക്കും. അതേ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഹംസിയയിൽ പറയാണ്, മമദത്ത് ഫത്റത്തുൻ മിനർ റുസുലി ഇല്ലാ ബശറത്ത് ഖൗമഹാ ബിക്കല്ലംബിയാഉ. ഏത് മുർസലീങ്ങളിൽ ലോകത്തേക്ക് വന്നോ ആ മുർസലീങ്ങളെല്ലാവരും അവരുടെ സമുദായത്തോട് നിങ്ങളെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിച്ചിട്ടല്ലാതെ അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടില്ല. മാമലത്ത് ഫത്റത്തുൻ മിനർ റുസുലി ഇല്ലാ ബശറത്ത് ഖൗമഹാ ബിക്കല്ലംബിയാഉ. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഹംസിയിൽ പറയാണ്, ഇതാണ് കമാ ഖദ്ദറ വ അബ്ദാ. അബ്ദാ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളോട് മലക്കുകളോട് അല്ലാഹു തആല എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെയുള്ള ഒരു നബി വരുമെന്ന് മുൻകാലത്തുള്ള സമുദായത്തോട് അല്ലാഹു തആല മുർസലീങ്ങൾ വാസിത്തയായി അവർ മുഖേന പൂർവിക സമുദായത്തോട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് വ അബ്ദാ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കമാ ഖദ്ദറ വ അബ്ദാ വ അൽബസഹു ഖിൽഅത്തൽ ജമാലില്ലത്തി ലം യുൽബിസ്ഹാ അഹദാ. وألبسه خلعة الجمال التي لم يلبسها أحدا. وألبسه ആ ഒരാൾ ധരിപ്പിച്ചു നൽകി. ഖിൽഅത്തൽ ജമാൽ ആർക്ക് നൽകി? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. ഖിൽഅത്തൽ ജമാലി ജമാലിൻ്റെ വസ്ത്രത്തെ, ജമാലിൻ്റെ വസ്ത്രത്തെ നൽകി. അല്ലത്തി എങ്ങനത്തെ വസ്ത്രമാണ്? ലം യുൽബിസ്ഹാ അഹദാ ഒരാൾക്കും അത്തരം വസ്ത്രം അല്ലാഹു തആല നൽകിയിട്ടില്ല. ഐ ലം യുഅ്തില്ലാഹു മിസ്ല ഹാദിഹിൽ ഖിൽഅത്തി ലി അഹദിൻ മിനൽ ഖൽഖി. ഒരു സൃഷ്ടിക്കും നൽകാത്ത വലിയ ബഹുമാനമാണ്, വലിയ ജമാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. കാരണം ലിഅന്നല്ലാഹ സുബ്ഹാനഹു വ തആല അഅ്താഹു ഗായത്തൽ ജമാലി ഫീ ബാത്തിനിഹി വ ളാഹിരി. ബാത്തിനിലും ളാഹിറിലും ഗായത്തുൽ ജമാലാണ് നബിതങ്ങൾ. അങ്ങനെ നൽകപ്പെട്ട ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് നിനക്ക് തെളിവാണല്ലോ. അല്ലാഹു തആല ജഅലഹു കുല്ലഹു നൂറാ, നബിതങ്ങളെ മുഴുവനും നൂറാക്കി. ഹത്താ ലം യദ്ഹർ ലഹു ളില്ലുൻ,
ഒരു ളില്ലും പ്രകടമാകാത്ത നിഴലും പ്രകടമാകാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ വലിയ ബഹുമാനമുള്ള വ്യക്തിത്വം. വഅൽബസഹു ഖിൽഅത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം, ഖിൽഅത്തൽ ജമാലില്ലത്തി ലം യുൽബിസ്ഹാ അഹദാ ഫവുലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദാ. ഫവുലിദ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമ് പറയുന്നുണ്ട്, ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ. ഒരു നിലക്കും നബി തങ്ങളോട് കിടപിടിക്കുന്ന ആളില്ല, ഖൽഖിലും ഇല്ല, ഖുലുഖിലും ഇല്ല, ഇൽമിലും ഇല്ല, കറമിലും ഇല്ല. അറിവിൻ്റെ വിഷയത്തിലും ഔദാര്യത്തിൻ്റെ വിഷയത്തിലുമെല്ലാം ഫായിക്കായ ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ശേഷം പറയാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ, മങ്കൂസ് മൗലിദിൽ ഫൗലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് ബിവജ്ഹിൻ എന്ന് പറഞ്ഞാൽ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ എന്നർത്ഥത്തിനാണ്. വജ്ഹോടുകൂടെ പ്രസവിക്കപ്പെട്ടു. എങ്ങനത്തെ വജ്ഹ്? അഖ്ജലായ വജ്ഹോടുകൂടെ. അഖ്ജലായ വജ്ഹ് എന്ന് പറഞ്ഞാൽ, അഖ്ജല എന്ന് പറഞ്ഞത് മാളിയായ ഫീലാണ്. അശക്തനാക്കിയ വജ്ഹ് ആരെ? ഖമറിനെയും ഫർഖദിനെയും. ഖമർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, ഫർഖദ് എന്ന് പറഞ്ഞാൽ വടക്കൻ ധ്രുവത്തിൽ കാണുന്ന നക്ഷത്രമാണ്. അതടിസ്ഥാനപ്പെടുത്തി ആളുകളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നക്ഷത്രമാണ് ഏത്? ഫർഖദ്, നക്ഷത്രക്കൂട്ടം. അതുപോലെ തന്നെ ചന്ദ്രനെയും, അവളൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കും ആകാശത്തിൽ. പൂർണ്ണചന്ദ്രനൊക്കെ എന്തോ ഒരു ശോഭയാണ്. അതിനെ വെല്ലുന്ന വജ്ഹോടുകൂടെ, സൗന്ദര്യത്തോടുകൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചത്. ഫൗലിദ ബിവജ്ഹിൻ അഖ്ജല. അഖ്ജലായ വജ്ഹ് എന്ന് പറഞ്ഞാൽ അതിനെ അശക്തമാക്കിയ, അതിനെ ഒന്നുമല്ലാതാക്കിയ ആ ജമീലായ വജ്ഹോടുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അപ്പോൾ രാത്രിയിലാണ് പ്രസവം നടന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉബൈല സുബ്ഹ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അഖ്ജല ഖമറൻ വഫർഖദ എന്നാണ് ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ ഇവിടെ വിശേഷണം പറഞ്ഞത്. റാജിഹും അങ്ങനെ തന്നെയാണ്. ഫജ്റിന് മുമ്പ്, സുബ്ഹിന് മുമ്പ്, തിങ്കളാഴ്ച ദിവസം 12-ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുകയാണ്. അള്ളാഹു ആ പുണ്യ നബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചവരിൽ, അവരെ മഹബത്ത് വെച്ച് ജീവിതം സമ്പുഷ്ടമാക്കിയവരിൽ അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സർവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.